ഇപ്പൊ മന്ത്രി സിസ്റ്റത്തിന്റെ പ്രശ്നം പറഞ്ഞല്ലോ. ഈ സിസ്റ്റത്തിന്റെ പ്രശ്നം എങ്ങനെയാണ് അഡ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, സിസ്റ്റത്തിന്റെ മുഴുവനുള്ള പ്രശ്നമല്ല, സിസ്റ്റത്തിലെ ചില പ്രശ്നങ്ങളാണ് ഡോക്ടർ ഹാരിസ് ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹം പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുകയാണല്ലോ. അപ്പൊ അതനുസരിച്ചിട്ട് അത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാവുമല്ലോ നടപടികൾ ഉണ്ടാവുക. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളുണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് സാധാരണ രീതിയിൽ അങ്ങനെ സംഭവിക്കേണ്ടതില്ല. പ്രത്യേകിച്ച് HDS വഴിയാണ് ഇതൊക്കെ പർച്ചേസ് ചെയ്ത് നൽകുന്നത്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാസ്പ് വഴി പാക്കേജ് യൂറോളജി ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട്. അപ്പൊ ഈ പാക്കേജിൽ ഉൾപ്പെടുത്തുന്നതിന് രോഗികളിൽ നിന്ന് പണം വാങ്ങിക്കേണ്ട സാഹചര്യം ഇല്ല. അത് കാസ്പിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആ നിലയിൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് പരിശോധിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഈ സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സർക്കാർ വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം ചികിത്സാപരമായിട്ടുള്ള മുന്നേറ്റവും ഒക്കെ നടത്തുമ്പോഴും അതിന്റെ പാരലായി നമ്മൾ കൊണ്ടുപോകുന്ന ഒരു കാര്യമല്ലേ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അതിന്റെ ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സിസ്റ്റത്തിന്റെ മാറ്റത്തെക്കുറിച്ച് നമുക്ക് അദാലത്ത് നടത്തുന്നത്. എന്തിനാണ് താലൂക്ക് അദാലത്ത് നടത്തുന്നത്? അതൊക്കെ സിസ്റ്റം കറക്റ്റ് ചെയ്ത് പോകേണ്ട കാര്യം തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഈ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ഒരുപാട് ഇത്തരം കാര്യങ്ങൾ രോഗികൾ തന്നെ, അതല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിൽ ചികിത്സയ്ക്ക് വിധേയരായ ആളുകൾ തന്നെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ അവരൊക്കെ ഡോക്ടർമാരോട് സിസ്റ്റത്തോടും താങ്ക്ഫുൾ ആണ്. പക്ഷേ ഇതാ ഇന്ന കാര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു എന്ന കാര്യം വളരെ പാവപ്പെട്ടവരായ രോഗികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പൊ സ്വാഭാവികമായും ഉള്ള ഒരു കാര്യത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണല്ലോ ആരുടെയും ദൗത്യം. അപ്പോൾ ഇപ്പൊ ഇവിടെ ഈ ഉയർന്നിരിക്കുന്ന വിഷയങ്ങളിൽ ഈ രോഗികൾ പിരിവിട്ട് ഉപകരണങ്ങൾ വാങ്ങുന്ന അവസ്ഥ പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയുന്ന, അതുപോലെ തന്നെ ഈ പുനരുപയോഗ സാധ്യതയില്ലാത്ത ഡിസ്പോസിബിൾ ഒറ്റത്തവണ ഉപയോഗിക്കാനുള്ള ഈ പറയുന്ന വസ്തുക്കൾ ഒരുപാട് തവണ ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ എന്ത് ചെയ്യാം? അഭിലാഷേ, ഞാൻ ഒറ്റ ചോദ്യം തിരിച്ചു ചോദിക്കാം. അതായത് സൗജന്യ ചികിത്സയിൽ കേരളം ചെലവഴിക്കുന്ന ഈ തുക ഒന്ന് കണക്കിലെടുക്കുക. ഇത് വെറും അക്കങ്ങളല്ലല്ലോ. ഇത് നമ്മൾ കേന്ദ്രത്തിന്റെ സോഫ്റ്റ്വെയർ, അവർ പണം നൽകുന്നത് വളരെ വളരെ തുച്ഛം 7-8% മാത്രമേ ഉള്ളെങ്കിൽ പോലും ആ സോഫ്റ്റ്വെയറിലാണ് നമ്മൾ ഇത് എൻട്രി. അപ്പൊ ഇതൊരു കള്ളക്കണക്കല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. എന്തിനാണ് ഈ തുക കൂട്ടിക്കൂട്ടിയിരിക്കുന്നത്? ഈ പറഞ്ഞതുപോലെ രോഗത്തിന്റെ മുന്നിൽ ഒരാൾ നിസ്സഹായരായി പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ പറയട്ടെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ഉണ്ടായിരുന്നില്ല. UDFന്റെ കാലത്തൊന്നും നടത്തി, നിർഭാഗ്യവശാൽ മരണം സംഭവിച്ചു. എത്ര ലക്ഷം രൂപയാണ് സ്വകാര്യ മേഖലയിൽ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്കാകുന്നത്? 45 ലക്ഷം 40 ലക്ഷം രൂപയാണ് സ്വകാര്യ മേഖലയിൽ എന്ന് രോഗികൾ പറയുന്നു. നമ്മളൊക്കെ MLA-മാർ കൂടിയാണല്ലോ, നമ്മുടെയൊക്കെ മണ്ഡലങ്ങളിൽ ആളുകൾ വന്നിട്ട് പറയുകയാണ്. അപ്പോൾ അവിടെ ഒരു കരൾ മാറ്റിവയ്ക്കൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർക്കാരിന്റെ തുടക്ക കാലഘട്ടത്തിൽ പറഞ്ഞൊരു വിഷയമാണ്. എന്തുകൊണ്ട് ഇത് സർക്കാർ മേഖലയിൽ നമുക്ക് ചെയ്തുകൂടാ? അങ്ങനെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നമ്മൾ ആരംഭിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നമ്മൾ നടത്തുന്നത് സ്റ്റേറ്റ് ട്രാൻസ്പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെയാണ് നടത്തുന്നത്? സൗജന്യമായി പരമാവധി, അതായത് 45 ലക്ഷം രൂപ ചെലവഴിക്കുന്നത് 0 നമ്മൾ നടത്തുന്നത്. നോക്കൂ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്രയോ ആളുകൾ ഭാര്യമാർ ഹസ്ബൻഡ്സിന് കരൾ പകുത്ത് നൽകിയിട്ടുണ്ട്, സൗജന്യമായി ചെയ്തിട്ടുണ്ട്. പണം അടയ്ക്കാൻ കഴിയുന്ന APL വിഭാഗത്തിലുള്ളവർക്ക് വളരെ മിതമായിട്ടുള്ള 45 ലക്ഷത്തിന്റെ സ്ഥാനത്ത് വളരെ മിതമായിട്ടുള്ളത്. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഞാൻ പറയട്ടെ 15-20 ലക്ഷം രൂപയാണ് സർക്കാർ മേഖലയിൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ മലബാർ ക്യാൻസർ സെന്ററിൽ പീഡിയാട്രിക് ഈ ട്രാൻസ്പ്ലാന്റേഷൻ ഉൾപ്പെടെ നടത്തുന്നുണ്ട്. അല്ലെ, ഇപ്പോൾ RCCക്കും അതുപോലെ തന്നെ മലബാർ ക്യാൻസർ സെന്ററിനും അടക്കമുള്ള വകയിരുത്തൽ തന്നെ കുറവ് വന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ഇപ്പോൾ 10,000-ൽ പരം കോടി രൂപ കഴിഞ്ഞ ബജറ്റിൽ ആരോഗ്യ വകുപ്പിനെ നീക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഒരു ദേശീയ കാഴ്ചപ്പാടുണ്ടല്ലോ. അപ്പോൾ GDP-യുടെ എത്ര ശതമാനം ആരോഗ്യത്തിന് വേണം എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ കാഴ്ചപ്പാടുള്ള പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. കേരളത്തിലൊരു ഇടതുപക്ഷ സർക്കാരാണ് ഭരിക്കുന്നത്. അപ്പോൾ ഈ അലോക്കേഷൻ അല്ലെങ്കിൽ ഈ ചെലവഴിക്കൽ മതിയോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ മൊത്തം ആരോഗ്യ ചെലവിന്റെ മുഴുവനായ കേരളീയ ആരോഗ്യ ചെലവിന്റെ എത്ര ശതമാനമാണ് സർക്കാർ വഹിക്കുന്നത് എന്ന ചോദ്യം വന്നാൽ അത് 35% എന്ന നിലയിലൊക്കെയാണ്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ നമുക്ക് കേരളത്തിന് ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ഇത് മതിയോ എന്ന ചോദ്യം മന്ത്രി എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നോക്കൂ, ഏറ്റവും കൂടുതൽ ആരോഗ്യ മേഖലയ്ക്ക് തുക ചെലവഴിക്കുന്ന ഒരു സർക്കാരാണിത്. ഇത് തർക്കമില്ലല്ലോ. ഏറ്റവും കൂടുതൽ രാജ്യത്ത് സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം, ഏറ്റവും കൂടുതൽ തസ്തികകൾ ആരോഗ്യം, ഇപ്പം പറഞ്ഞല്ലോ പേഷ്യന്റ് ഡോക്ടർ അനുപാതം ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് കേരളത്തിലാണ്. നഴ്സ് രോഗി അനുപാതം ഏറ്റവും ബെസ്റ്റ് കേരളത്തിലാണ്. ഹോസ്പിറ്റൽ പേഷ്യൻസ് പോപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഒരു കാര്യം കൂടി പറയാം. നാഷണൽ സർവേ ഉണ്ടല്ലോ, NSSO, കേന്ദ്ര മന്ത്രാലയത്തിന്റെ സർവേ, അത് ഏറ്റവും അവസാനം നടന്ന സർവേയുടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടത് 2024 2024 റിപ്പോർട്ട് നമ്മൾ പരിശോധിച്ചാൽ റൂറൽ മേഖലയും അർബൻ മേഖലയും രണ്ടായിട്ട് ഇപ്പോഴും നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ 2016 വന്നൊരു രേഖയുണ്ട്. 15-16 വർഷത്തെ കാൽക്കുലേറ്റ് ചെയ്ത് 2016 അവർ പ്രസിദ്ധീകരിച്ചൊരു രേഖയുണ്ട്. ആ രേഖയും കൂടെ നമ്മളൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ ചികിത്സാ ചെലവ് 60% കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഉള്ള സംസ്ഥാനം കേരളമാണ്. അതിനൊരു കാരണം നമ്മുടെ ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ കൂടിയാണ്. അപ്പോൾ
ഇവിടെ നമ്മൾ കാണേണ്ടത് അതിൽ 60% കുറവ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടാണ്. അത് എങ്ങനെ ശരി, പക്ഷേ ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ മൊത്തം കേരളീയരുടെ ഹെൽത്ത് എക്സ്പെൻഡിച്ചറിൽ 65% ഈ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ആണ്. അല്ല, അത് 60%, അതായത് നേരത്തെ ഉള്ളതിനേക്കാൾ 60% കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇപ്പൊ ഈ ദിവസങ്ങളിൽ ഈ സർക്കാർ ആശുപത്രികൾ മുഴുവൻ ഇങ്ങനെയാണ്. ഇപ്പോൾ എത്ര കോളുകളാണ് ഒരു ദിവസം, ഇപ്പോൾ ഓരോ ദിവസവും എന്ന് വേണ്ട, അല്ലെങ്കിൽ നമുക്ക് വരുന്ന കോളുകൾ എത്രയാണ്? ഇപ്പൊ ICU, വെന്റിലേറ്റർ, സ്വകാര്യ ആശുപത്രികളിൽ ഒരു ദിവസം ലക്ഷക്കണക്കിന് രൂപ ആവുകയാണ്. അവിടുന്ന് കോൾ വരികയാണ്, എങ്ങനെയെങ്കിലും ഒരു ബെഡ് വേണം, ICU ബെഡ് വേണം, വെന്റിലേറ്റർ വേണം. നമ്മൾ സർക്കാർ സംവിധാനങ്ങൾ അതനുസരിച്ച് ഒരുങ്ങുകയാണ്, അതിനനുസരിച്ചിട്ട് ക്രമീകരണങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു കാർഡിയോളജി ട്രീറ്റ്മെന്റ് ഒരു ഉദാഹരണം പറയാം. കാർഡിയോളജി ട്രീറ്റ്മെന്റ് ജില്ലാ ആശുപത്രികളിൽ ഉണ്ടായിരുന്നില്ല 9 വർഷം മുൻപ്. ഇന്ന് കാത്തലാബുകളുണ്ട്. അതിന്റെ ഫലം എന്താണ്? മറ്റ് മേഖലയിൽ കാർഡിയോളജി ട്രീറ്റ്മെന്റ് ഇന്റർവെൻഷൻസിന് ആൻജിയോപ്ലാസ്റ്റിക് ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരുന്ന തുകയിൽ കുറവുണ്ടായി എന്നുള്ളതാണ്. ഇതൊരു ജനകീയ ഇടപെടൽ, ഇതൊരു ബദൽ ജനകീയ ഇടപെടൽ. ഇതാണ് ഇടതുപക്ഷ ബദലിൽ മന്ത്രിക്ക് കോൺഫിഡൻസ് ഉണ്ട്. തീർച്ചയായും.